ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരിക്കൽ കൂടി നീ കളരിക്കിലേക്ക് ചെല്ലുന്നത് അപകടമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ? പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തേ? ഞാനേ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. എന്താ സംഭവിച്ചെന്ന് മേഡം അറിയണം. ഭൂമിയിൽ പിറന്നവരുണ്ട്. ദാ സിനിചേച്ചിയുടെ കൊള എടുക്കട്ടെ. ആ ഹലോ സിനിചേച്ചി. ഹലോ, കൃഷ്ണ എവിടെയാ? ഞാന് വീട്ടിലുണ്ട്. എന്താ? സിത്താര മാം കൃഷ്ണയോട് അത്യാവശ്യമായി ഇവിടം വരെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. കൃഷ്ണയ്ക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. മനസ്സിലായി. എപ്പോ വരുമെന്ന് ഞാൻ പറയണ്ടേ? ഞാന് ഇപ്പൊ തന്നെ വരാം. എന്നാ ശരി. നമ്മൾ പേടിച്ചത് സംഭവിച്ചു സുനന്ദേച്ചി. സിത്താര മാഡം എന്നോട് ചെല്ലാൻ പറഞ്ഞിരിക്കാം. നീ എന്തിനാ ഒറ്റയടിക്ക് ചെല്ലാന്ന് സമ്മതിച്ച്? വേറെ എവിടെയെങ്കിലും ആണെന്ന് പറയായിരുന്നില്ലേ? എന്നിട്ട് എന്തിനാ അവര് തേടിപ്പിടിച്ച് ഇങ്ങോട്ട് വരാനോ? വരാനുള്ളത് എന്തായാലും മാറ്റി വെക്കണ്ടല്ലോ. സൂക്ഷിക്കണം മോളെ. സിത്താര മാഡം നിന്നോട് സ്നേഹം കാണിക്കുന്നുണ്ടെന്നുള്ളത് സത്യം. പക്ഷേ ആ പെങ്കൊച്ചിന് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കില്ല. സുനന്ദേച്ചി തൽക്കാലം അമ്മയോട് ഒന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ഗോപാലമ്മയുടെ അടുത്തേക്ക് പോയതെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പോയിട്ട് വരട്ടെ. നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് നല്ലതാ. പക്ഷേ അമ്മയായാലും മോളായാലും നിന്നെ വഴക്ക് പറയുന്നതിൽ മത്സരമാ. എന്റെ അമ്മ എപ്പോഴും പറയാറുള്ളത് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗോപാലമ്മ പറയുന്നതും കേട്ടിട്ടുണ്ട്. ഈ പാവപ്പെട്ടവരെന്ന് പറഞ്ഞ കയ്യിലെ കാശുള്ളവർക്ക് ചവിട്ടിക്കൂട്ടാനുള്ള ആളുകളാണെന്ന്. അത് സത്യാണ്. അവരെ ചവിട്ടാനും കുത്താനൊക്കെ വിളിക്കുമ്പോ നമ്മൾ ചെന്ന് കൈ കൂപ്പി നിന്നു കൊടുക്കുക. അവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിയുമ്പോ തിരിച്ചിങ്ങോട്ട് പോരുക. മോളെ പറഞ്ഞു നിന്ന് വിഷമിച്ചാലേ വൈകും. ഞാൻ പോയിട്ട് വരാം. അമ്മ, സിത്താര മേഡത്തിന് ഗാഥ എന്ന് പറഞ്ഞ ജീവന. ഗാഥ ഒരാള് തല്ലിന്ന് അറിഞ്ഞ ഒരു സംശയം വേണ്ട, സിത്താര മേഡം ഇവിടെ വരും. കൈ നീട്ടി അടിച്ച മുത്തശ്ശിയോട് പകരം ചോദിക്കുകയും ചെയ്യും. അവള് വരട്ടെ. എന്റെ കണക്കുകൂട്ടലിൽ സിത്താരയുടെ മകൾ ഇനി ഒരിക്കലും കളരിക്കലേക്ക് വരാൻ സാധ്യതയില്ല. അമ്മയും മോളും കുറച്ച് അഭിമാനികളല്ലേ? അല്ലെങ്കിൽ തന്നെ ഇവിടെ അടിമയായി കിടക്കേണ്ട ആവശ്യം അവർക്കുണ്ടോ? വേണ്ടമ്മേ, നമ്മൾ കാര്യമായിട്ട് ഒന്നും പ്ലാൻ ചെയ്യണ്ട. അവറ്റകളുടെ ഒന്നും സ്വഭാവം പറയാൻ പറ്റില്ല. ചിലപ്പോ കുറച്ചു കഴിയുമ്പോ കോളിമ്പല് കേൾക്കാം. ചെന്ന് തുറന്നു നോക്കുമ്പോ ഇളിച്ചോണ്ട് അവള് കേറി വന്നിട്ടുണ്ടാവും. എടി മോളെ, ഇതുവരെ നമ്മൾ ആഗ്രഹിച്ചത് മൂക്കാത്തത് പഴുക്കാൻ തന്നെയാ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. കളരിക്കലെ പ്രശ്നങ്ങള് ശരിക്കും അങ്ങ് മൂത്തു. ഇനി ഒന്ന് പഴുക്കണം, ഒന്ന് കൊഴിയണം. അത്രേ ഉള്ളൂ ബാക്കി. നാഗശാപം തീർന്ന് സന്തോഷത്തിലിരിക്കുന്ന കുടുംബക്കാർക്ക് ഇനി വരാൻ പോകുന്നത് സിത്താരയുടെ പ്രതികാരമാ. തമ്മി തല്ലട്ടെ രണ്ടു കൂട്ടരും കൂടി. നമുക്കത് കണ്ട് രസിക്കാം. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ അമ്മേ, ഈ രണ്ട് ഗാഥയുള്ളത് സത്യമാണോ? പക്ഷെ ശരിക്കും എന്താ നമ്മൾ വിചാരിച്ചിട്ട് അവളുമാരെ പിടിക്കാൻ പറ്റാത്തെ? മുമ്പൊരിക്കൽ അച്ഛൻ ശ്രമിച്ചു, കൂടെ നിന്ന് സെൽഫി പോലും എടുത്തു. പക്ഷെ നിസ്സാരമായിട്ട് കുടുംബക്കാര് തള്ളിക്കളഞ്ഞു. എന്നിട്ടും ഈ വീട്ടില് രണ്ടുപേരും ഒന്നിച്ച് നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും നമുക്കത് തെളിയിച്ചെടുക്കാൻ പറ്റിയില്ല. ആ അക്കാര്യത്തിൽ എനിക്കും ചെറിയ വിഷമൊക്കെ ഉണ്ട്. രണ്ടുപേരെ നമ്മൾ ഒരുമിച്ച് കണ്ടിട്ട് പെട്ടെന്നൊരെണ്ണ ആവിയായി പോയി. അമ്മ, ഇനി വല്ല ഭൂതത്തിന്റെയും കളിയാണോ? അല്ലാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? എടി, ഭൂതവും പ്രേതവും പിശാചും ഒന്നുമല്ല. കളരിക്കൽ കുടുംബത്തിലെ മേൽക്കൂര ഇടിഞ്ഞു വീഴാൻ പോകുന്ന ഒരു സത്യം മാത്രമാണിത്. ഇനി നമ്മൾ അവർക്ക് പിറകെ അവരെ പിടിക്കാൻ നടന്നിട്ട് കാര്യമില്ല. രണ്ടുപേര് ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയണം. ആ ഉദ്ദേശം കൃത്യമായിട്ട് അറിഞ്ഞ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ മുന്നിലങ്ങ് തെളിഞ്ഞു വരും. അതെ,
അമ്മ ഇതൊക്കെ പറഞ്ഞ് വെറുതെ ഇരിക്കുന്നതിൽ കാര്യമില്ല കേട്ടോ. മുത്തശ്ശിയുടെ സുമിത്രാന്റിയുടെ മനസ്സിൽ അവളെക്കുറിച്ച് പരമാവധി വെറുപ്പ് കുത്തി നിറയ്ക്കണം. ആ അയ്യോ, അതിനേക്കാളും നമ്മൾ മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത്. ഹ, എടി, നമ്മൾ ഗാഥയെ കുറ്റം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാല് അവര് നേരെ അതിനെതിരായി ചിന്തിക്കും. ഹ, വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങള്. എല്ലാം കൂടി എന്റെ ആഗ്രഹം നടക്കുമല്ലേ അമ്മേ? നവീന്റെ ജീവിതം വൈകാതെ ഒരു ചോദ്യചിഹ്നമായി മാറും. നീ നോക്കിക്കോ, സുമിത്ര എന്റെ കാല് പിടിച്ചു പറയും, നവീനെ ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് രക്ഷിക്കണേന്ന്. കീർത്തിയോട് അവന്റെ കൂടെ ജീവിക്കാൻ പറയൂന്ന്. അങ്ങനെ ഒരു ദിവസം വരും. വരാതെ എവിടെ പോവാനടി മോളെ? കൃഷ്ണ, സിമി ചേച്ചി വരൂ, മാം കാത്തിരിക്കുക. ഒരിക്കൽ കൂടി നീ കളരിക്കിലേക്ക് ചെല്ലുന്നത് അപകടമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നോ? പിന്നെ എന്തിനാ അങ്ങനെ ചെയ്തേ? ഞാനേ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. എന്താ സംഭവിച്ചെന്ന് മേഡം അറിയണം. കഥ കേറ്. നവീൻ, ഞാൻ നോ കമന്റ്സ്. നമ്മൾ കുറച്ചു നേരത്തേക്ക് ഇവിടുന്ന് ഡിസപ്പിയർ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഗെറ്റ് ഇൻ. കേറ്, കേറടോ. ഞാൻ നവീന്റെ മുന്നിൽ പെട്ടുപോയതാ മേഡം. ഞാൻ വിളിച്ചപ്പോ ഗാദി ഒന്ന് ഫോൺ എടുത്തിരുന്നെങ്കില്, ഞാൻ ഫോൺ എടുത്തിരുന്നെങ്കിൽ നീ നവീനായിട്ട് കറങ്ങി നടന്നതൊക്കെ ഇല്ലാണ്ടാവുമായിരുന്നോ?